നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആദ്യമേ ഉണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒക്കെ പരീക്ഷയുടെ കാര്യമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് നിലവിൽ ഇപ്പോഴും പരീക്ഷാ ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റിത്തരാം. അപ്പോൾ ഇന്നലെ തന്നെ കേരള PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പരീക്ഷ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ പോലീസിന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന പയ്യന്മാർക്കും പെൺകുട്ടികൾക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫർമേഷനുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കാൻ നേരത്ത് നമുക്ക് പരീക്ഷ ഡേറ്റ് എക്സാക്ട് നമുക്കതിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെയാണല്ലോ സാധാരണ അതിന്റെ ഒരു കീഴ്വഴക്കം. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റിന്റെ കാര്യം തന്നെ ആദ്യം പറയാം. ഇന്ന് മുതൽ അല്ലെങ്കിൽ 22/4 മുതൽ 11/5 വരെയാണ് കൺഫർമേഷനുള്ള ഡേറ്റ്. അങ്ങനെ കൺഫർമേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന മെസ്സേജിനകത്തുള്ളത് ഹാൾ ടിക്കറ്റ് ജൂൺ 30 ലഭിക്കുമെന്നാണ്. ഓക്കെ, ജൂൺ 30 ഹാൾ ടിക്കറ്റ് കിട്ടും. അങ്ങനെ ജൂൺ 30 ഹാൾ ടിക്കറ്റ് കിട്ടിയാൽ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് 2 ഫേസ് ആയിട്ടാണ്. ഫസ്റ്റ് ഫേസ് നടക്കാനായിട്ട് പോവുക ജൂലൈ 15 രണ്ടാമത്തെ പരീക്ഷ നടക്കാനായിട്ട് പോവുക ജൂലൈ 22. ഓക്കെ, അപ്പോൾ 2 ഘട്ടമായിട്ടായിരിക്കും മിക്കവാറും പരീക്ഷ നടക്കുക. കാരണം രണ്ട് ഡേറ്റുകളാണ് കൺഫർമേഷൻ കൊടുത്തവരുടെ പ്രൊഫൈലുകളിലേക്ക് വന്ന മെസ്സേജിനകത്തുള്ളത്. 2 ഡേറ്റുകളാണ്. ഒന്ന് ജൂലൈ 15 അതുപോലെ തന്നെ ജൂലൈ 22. ഈ 2 ദിവസങ്ങളിലായിട്ടായിരിക്കും മിക്കവാറും നിങ്ങളുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷ നടക്കുക എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ ഇന്നു മുതൽ കൊടുത്തു തുടങ്ങുക. കൺഫർമേഷൻ പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ട് അവസാനം കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് ഡേറ്റ് വരുന്ന കാര്യം ശ്രദ്ധിക്കുക. ജൂൺ 30 പരീക്ഷ നടക്കാനായിട്ട് പോവുക ജൂലൈ 15 ജൂലൈ 22 നമ്മുടെ മുന്നിൽ അത്യാവശ്യ സമയമുണ്ട്. ഈ സമയം നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊരു പരീക്ഷ എടുത്താലും അതിൽ നമ്മൾ സിലബസ് അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ CPOയുടെ പരീക്ഷയുടെ സിലബസ് നമുക്ക് എങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാര്യം സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കാണ് കേട്ടോ. സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കാണ് കേരള PSCയിൽ നിലവിൽ ഇപ്പോൾ നമ്മുടെ സിവിൽ പോലീസിന്റെ പരീക്ഷയ്ക്കുള്ളത്. 20 മാർക്കാണ്. കാര്യം ഇതിലിപ്പോൾ പ്രിലിംസ് പരീക്ഷയില്ല, ഇത് മെയിൻസ് പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. ഒരു സേഫ് സോൺ അല്ലെങ്കിൽ മാർക്ക് ഒരു സേഫ് സോൺ മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന് തന്നെ കൊടുക്കുക. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്ന മലയാളത്തിന് 10 മാർക്കാണ് കേട്ടോ. മലയാളത്തിന് 10 മാർക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന് 10 മാർക്കാണ്. ഓക്കെ, മലയാളത്തിന് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കുണ്ട്. അതുപോലെ തന്നെ കണക്കിന് അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് എത്ര മാർക്കുണ്ട്? 10 മാർക്കുണ്ട്. ഓക്കെ, 10 മാർക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യം എന്തായാലും അടിപൊളിയായി പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് ഈ 4 സെക്ഷനിലെ മാർക്കാണ്. കാര്യം ഇപ്പൊ തന്നെ നമുക്ക് എത്ര മാർക്കായി? ഇവിടെ 50 മാർക്ക് നേടിക്കഴിഞ്ഞു. ഈ 50-ന് 50 വാങ്ങിക്കുന്ന കുട്ടികളും ഉണ്ട്. അതാണ് അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് 20, ഇംഗ്ലീഷിന് 10, മലയാളത്തിന് 10, അതുപോലെ തന്നെ മാത്സിന് 10 ഒക്കെ വാങ്ങിച്ച് കംപ്ലീറ്റ് വാങ്ങിക്കുന്ന കുട്ടികൾ ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ അവർക്കൊരു 50 മാർക്ക് അവിടെ കിട്ടിക്കഴിയും. പിന്നെ നമുക്കുള്ളത് ബാക്കി 50 മാർക്കാണ്. ആ 50 മാർക്കിന്റെ ക്ലാസിഫിക്കേഷൻ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ചരിത്രം അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് വരുന്നത് 5 മാർക്കാണ് കേട്ടോ. ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നത് 5 മാർക്കാണ്. ജോഗ്രഫി എന്ന് ചോദിക്കുന്നതും 5 മാർക്കിനാണ് ജോഗ്രഫി ചോദിക്കുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സിന് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രധാനപ്പെട്ട സാധനമാണ് എക്കണോമിക്സ്. കറണ്ട് അഫയേഴ്സിനും അതുപോലെ തന്നെ എക്കണോമിക്സിനകത്തു നിന്നും ഒരേ ലെവലിൽ ചോദ്യങ്ങൾ ചോദിക്കാം. എക്കണോമിക്സിന് വരുന്നത് 5 മാർക്കാണ്. ഓക്കെ, എക്കണോമിക്സിന് 5 മാർക്കാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രധാനപ്പെട്ടതാണ്. അമെൻമെന്റുകൾ പഠിക്കുക. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 8 മാർക്കിനാണ് ചോദിക്കാനായിട്ട് പോകുന്നത്. 8 മാർക്ക് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഭരണവും ഭരണ സംവിധാനവും. കേരള ഭരണത്തിൽ നിന്ന് 3 മാർക്കിന് ചോദ്യം ഉണ്ടാവും. 3 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജീവശാസ്ത്രവും
പൊതുജന ആരോഗ്യവും. ഓക്കെ, ബയോളജി അല്ലെങ്കിൽ നമുക്ക് തന്നെ പൊതുവേ നമുക്ക് ബയോളജി എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ ബയോളജി അതുപോലെ തന്നെ പൊതുജനാരോഗ്യത്തിൽ നിന്ന് നമുക്ക് വരാനായിട്ട് പോകുന്നത് 4 മാർക്കാണ്. ബയോളജിയിലും പൊതുവിജ്ഞാനം അല്ലെങ്കിൽ പൊതുജനാരോഗ്യത്തിൽ നിന്ന് ചോദിക്കാനായിട്ട് പോകുന്നത് 4 മാർക്കിനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ നിന്ന് ചോദിക്കുക 3 മാർക്കാണ്. കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കുക 3 മാർക്കാണ്. അപ്പോൾ സയൻസിന് എല്ലാം കൂടി 4 3 7 7 3 10 മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സയൻസിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം. കേട്ടോ, കലാകായികം, ഞാൻ അതിനെ കലാകായികം എന്നിട്ടൊക്കെയാണ്. കായികം. ഓക്കെ, കലാകായികത്തിൽ നിന്ന് ചോദിക്കുക 4 മാർക്കിനാണ്. കലാകായികം 4 മാർക്കിൽ നിന്നാണ്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുക 10 മാർക്കിനാണ്. കറണ്ട് അഫയേഴ്സ് എന്തും ചോദിക്കാം. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുന്നു, 10 മാർക്കിന് ചോദിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 100 മാർക്ക് കിട്ടും. അപ്പോൾ എത്ര മാർക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറിന് സേഫ് സോൺ ആണ് അല്ലെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് കയറി പറ്റാമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഇത് എന്തല്ല, ഇതൊരു പ്രിലിംസ് പരീക്ഷ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ച് ആളെ കയറ്റുന്ന പരിപാടി എന്തായാലും ഇതിനകത്ത് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കട്ട് ഓഫ് എന്തായാലും ഒരു എബവ് ആവറേജിന് മുകളിലുള്ള മാർക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 55 മാർക്ക്, ഓക്കെ, ഒരു 55 മാർക്ക് വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം. 55 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 80% സേഫ് ആണ്. ഓക്കെ, അപ്പോൾ 55 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന സിവിൽ പോലീസ് ഓഫീസറിന്റെ പരീക്ഷയ്ക്ക് ഒരു 55 മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ കാര്യം സേഫ് ആണ്. ഓക്കെ, പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഫിസിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് എന്തായാലും 20 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. മലയാളത്തിൽ നിന്ന് 10ന് നിങ്ങൾക്ക് ഒരു 8 മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലേ? ഇംഗ്ലീഷിന് നിങ്ങൾക്ക് 10ന് ഒരു 8 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ലേ? മാത്സിന് 10ന് നിങ്ങൾക്ക് ഒരു 8 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ലേ? അപ്പോൾ തന്നെ നമുക്കിവിടെ എത്ര മാർക്കായി അല്ലേ? അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇതെങ്ങനെ നോക്കിയാലും നമുക്കൊരു 20 മാർക്ക്. ഇത്രയും ബാക്കി ചോദിക്കുന്ന വിഷയങ്ങൾ എന്ന് വെച്ചാൽ 50 മാർക്ക് കഴിഞ്ഞ് ബാക്കി 50ൽ നിന്ന് നിങ്ങൾക്കൊരു 20 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റിയാൽ തന്നെ നിങ്ങൾ ഏകദേശം സേഫാണ്. അതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇവിടെ എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിക്കുന്നോ അത് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 55-60 മാർക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക, സിലബസ് മനസ്സിലാക്കി പഠിക്കുക. കുറച്ച് ദിവസം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് തുടങ്ങാനായിട്ടൊരു അവസരം നമുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഉണ്ടാവും. ഇതുപോലുള്ള PSC നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ വാർത്തകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് നോളജ് ഫാക്ടറി PSC ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.